ശക്തമായ ഭൂകമ്പത്തിനുണ്ടായതായിട്ടാണ് കണക്കൂട്ടുന്നത്. അപ്പോൾ ഇനി എടയ്ക്കൽ എന്ന പേര് വരാനുള്ള കാരണം ഈ കല്ലുകൾ പറ്റി നിൽക്കുന്നതുകൊണ്ടാണ് ഇൻ ബിറ്റ്വീൻ സ്റ്റോൺ എടയ്ക്കൽ. അപ്പോൾ ഈ ഗുഹയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം 6000 വർഷം മുൻപ് മുതൽ ജനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു റോക്ക് ഷെൽട്ടറായിട്ട് ഉപയോഗിച്ച് താമസിക്കുന്ന പറയുന്നത്. ആ സമയത്ത് അവർക്ക് അങ്ങനെ സംസാരിക്കാൻ ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ടും എഴുതാൻ ലിപികളൊന്നും ഇല്ലാത്തതുകൊണ്ടും അവർ കണ്ട കാര്യങ്ങൾ അവർ യൂസ് ചെയ്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്നതൊക്കെ അവർ ചിത്രങ്ങളായിട്ട് വരച്ചു വെച്ചു. നമ്മൾ നവീന ശിലായുഗം പ്രാചീന ശിലായുഗം പഠിക്കുന്നത് നവീന ശിലായുഗപ്പെട്ട ചിത്രങ്ങളാണ്. എടയ്ക്കൽ ഗുഹ പ്രശസ്തമാകുന്നത് ഇങ്ങനത്തെ ചിത്രങ്ങളുള്ള ഇന്ത്യയിൽ തന്നെ ഏക സ്ഥലം എടയ്ക്കൽ കേവാണെന്നാണ് പറയുന്നത്. 500 സ്ക്വയർ ഫീറ്റ് ചിത്രങ്ങളുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലായത് 20% ഉള്ളൂ. കാരണം ഒരു സ്റ്റെപ്പ് വന്നു ഇവിടെ താമസിച്ചു, ചിത്രങ്ങൾ വരച്ചു, പോയി മറ്റു സ്റ്റെപ്പ് വന്നു, അതിൻ്റെ മുകളിൽ കോരി വരച്ചുകൊണ്ട് ഒരു 80% ഓവർലാപ്പ്, 20% കൺഫേം ചിത്രങ്ങളുമാണ്. ആ മെഡിറ്റേഷനിലൂടെ ഒരു ട്രൈബൽ ലീഡർ കൈയൊക്കെ ഉയർത്തിപ്പിടിച്ച് ക്രൗണൊക്കെ ധരിച്ച് നിൽക്കുന്ന ഒരു ഗോത്രക്കാരൻ ട്രൈബൽ ലീഡർ ചിത്രമാണ്. അടയാഭരണങ്ങളോട് കൂടിയാണെന്ന് പറയുന്നത്. മാനവ സെയിം പേഴ്സണാലിറ്റി മറ്റൊരാളുടെ പുറകോശമാണ്. മുൻഭാഗവും പുറകോശവുമായിട്ട് കണക്കൂട്ടുന്നു. ഇതൊരു മുഖം, ഒരു ആനയുടെ എലിഫന്റ്, ഒരാന, ഇവിടെ ഒരു സ്ത്രീയും കുട്ടിയും കൈ പിടിച്ച് നിൽക്കുന്നത്. ഈ സർക്കിള് നമ്മൾ സൂര്യനെ അനുസ്മരിക്കുന്നു. പണ്ട് കാലത്തെ ജനങ്ങൾ ദൈവമായിട്ട് ആരാധിച്ചിട്ട് സൂര്യന്റെ മുകളിൽ 2 ലൈൻ മുകളിലോട്ട് പോകുന്ന ഒരു മയിലിൻ ചിത്രം, പീക്കോക്ക് ഹെഡ് മുകളിൽ. ഇവിടെ നമ്മൾ യാത്ര പോലെ കാണുന്നത് ഒരു പുഷ്കാട്ട് വെഹിക്കിൾ, ഒരു ഉന്തുവണ്ടിയുടെ ചിത്രം. അതിൻ്റെ നിരക്ക് 2 ചെറിയ വീലുകളുണ്ട്. അങ്ങനെ പലർക്കും ഏകദേശം 500 സ്ക്വയർ ഫീറ്റ് ചിത്രങ്ങളുണ്ട്. അവിടെ നമുക്ക് 2 ലിപികളുണ്ട്. ബ്രാഹ്മി തമിഴും പ്രാചീന സംസ്കൃതവുമാണ്. 2000 മുതൽ 2500 വർഷം പഴക്കമുണ്ട്. രണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ബ്രാഹ്മി തമിഴിൽ എഴുതിയിരിക്കുന്നത് പലപ്പുലി, താത്താക്കാരി, വീടും പൂമലൈ, കച്ചകെന്ന് കത്തുന്ന പല പുലിയെ കൊന്ന ധൈര്യശാലിയായ നേതാവ് മുഴുവൻ താമസിക്കുന്നത്. പ്രാചീന സംസ്കൃതത്തിൽ ശ്രീ വിഷ്ണുവർമ്മനാഹ കുടുംബിയെ കുലവർദ്ധനാസ്തി എഴുതുന്നത്. വിഷ്ണുവർമ്മൻ എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും കുലത്തിൻ്റെയും ശ്രേയസിന് വേണ്ടി എഴുതപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കേവ് കണ്ടുപിടിക്കുന്നത് 1894. അന്നത്തെ മലബാറിൻ്റെ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫെഡറിക് തോമസറ്റ് എന്നുള്ള ബ്രിട്ടീഷുകാരാണ്. സമുദ്രനിരപ്പിന് ഏകദേശം 4000 മീറ്ററായിട്ടുണ്ട്. സ്ഥിതി ചെയ്യുന്നത് അമ്പുകുത്തി മലയിൽ. അവിടെ ഒരു കുഴിയുണ്ട്. വെള്ളം ഇവിടെ തങ്ങി നിൽക്കില്ല, അത് ഡ്രെയിനേജാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പൊയ്ക്കൊണ്ടിരിക്കും, തങ്ങി നിൽക്കില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു എന്ന് നമ്മൾ പറയും. വലിയ റോക്ക് ഷെൽട്ടറാണ്, പക്ഷേ ചിത്രങ്ങളാണ്. അപ്പോൾ ഇനി കണ്ടവരെ കയറിപ്പോയി ഇവിടെ സഹകരിക്കുന്നത് തിരക്ക് കൂടുതലാണ്. പിന്നെ